കർത്താവേ, അരുളിച്ചെയ്താലും ഞങ്ങൾ കേൾക്കുന്നു. വാത്സല്യ മക്കളെ, അനർത്ഥ ദിവസത്തിൽ തളർന്നു പോകാതിരിക്കാൻ ഞാൻ വളരെ മുമ്പേ തന്നെ എൻ്റെ മക്കളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. മക്കളുടെ വരും ദിവസങ്ങളിലെ വിജയങ്ങളും വീഴ്ചകളും സന്തോഷവും കണ്ണുനീരും ഞാൻ വളരെ മുൻകൂട്ടി കാണുന്നുണ്ട്. ഞാനറിയാതെ, ഞാൻ അനുവദിക്കാതെ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഒന്നും ഒരിക്കലും സംഭവിക്കില്ല. ഭാവി സംഭവങ്ങൾ എൻ്റെ മക്കൾ മനസ്സിലാക്കാതിരിക്കാൻ ഞാൻ നാളുകളെ സാക്ഷയിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഭാവി ജീവിതയാത്രയിലെ അപ്രതീക്ഷിത സംഭവങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നോർത്ത് എൻ്റെ മക്കൾ വ്യാകുലപ്പെടാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതൊക്കെ മുൻകൂട്ടി അറിയുന്നവനും അതിൻ്റെ മേൽ നിയന്ത്രണമുള്ളവനുമായ ഞാൻ നിനക്കുള്ളതുകൊണ്ട് നീ നാളുകളെ ഓർത്ത് ഭാരപ്പെടേണ്ട കുഞ്ഞേ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രതിസന്ധികളെ നേരിടുന്നത് തന്നെ നിനക്ക് വലിയ ഭാരമാണ്. ഞാൻ നിനക്ക് തരുന്ന ആയുസ്സിൻ്റെ പരിമിത സമയം എന്നോടൊപ്പം ആസ്വദിക്കൂ കുഞ്ഞേ. ജീവിതം സുന്ദരമാണ്. ജീവിക്കാൻ അവസരം ലഭിക്കുന്നത് അസുലഭ ഭാഗ്യമാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിലെ നഷ്ടബോധവും വരും ദിവസങ്ങളെപ്പറ്റിയുള്ള ആകാംക്ഷയും കൊണ്ട് നശിപ്പിച്ചു കളയരുത്. നിന്റെ ജീവിതത്തിലെ വരും ദിവസങ്ങളിലെ വൈവിധ്യമാർന്ന അനുഭവങ്ങളെയും സംഭവങ്ങളെയും ഞാൻ നിനക്ക് മുൻകൂട്ടി വെളിപ്പെടുത്തി തരുന്നില്ല. അത് തീർച്ചയായും നിന്റെ സ്വസ്ഥത നശിപ്പിക്കും. അത് വെളിപ്പെടുത്തി തരാൻ എനിക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. അതിന് ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. അതുകൊണ്ട് ഭാവി പ്രവചനം കേൾക്കാൻ സ്വന്തം ഭാവി എന്തെന്നറിയാത്ത മനുഷ്യന്റെ മുമ്പിൽ നീ ഒരിക്കലും കൈകെട്ടി നിൽക്കരുത്. പ്രതികൂലതകളെ അതിജീവിക്കാൻ ഞാൻ എൻ്റെ മക്കളെ ദിവസവും ശക്തരാക്കിക്കൊണ്ടിരിക്കും. എൻ്റെ മക്കളുടെ ഓരോ ചുവടുവയ്പിലും എൻ്റെ സാന്നിധ്യം അവരോടൊപ്പമുണ്ടായിരിക്കും. എൻ്റെ മക്കളെ, ഈ ജീവിത യാത്രയിൽ നിങ്ങൾ തനിച്ചല്ല, നമ്മൾ ഒരുമിച്ചാണ്. എൻ്റെ മക്കളുള്ളിടത്ത് തീർച്ചയായും ഞാനുമുണ്ടാകും. ഞാനുമായിട്ടുള്ള ആത്മബന്ധവും ഹൃദയം പങ്കിടലുമൊക്കെ ജീവിതയാത്രയിൽ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കണം. അശുഭ ചിന്തകളിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കാൻ എൻ്റെ നാമം സദാ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. മനസ്സ് ശാന്തമാകും. ഇന്നലെകളും നാളെകളും ഇപ്പോൾ നിന്റെ മുമ്പിലില്ല കുഞ്ഞെ. ഉള്ളത് ഇന്ന് മാത്രം. കഴിഞ്ഞതിനെയും വരുവാനുള്ളതിനെയും ഓർത്ത് വ്യാകുലപ്പെട്ട് ഇന്ന് ജീവിക്കാൻ മറന്നു പോകരുത്. എൻ്റെ സ്വസ്ഥതയിൽ വിശ്രമിച്ചും ആശ്രയിച്ചും സന്തോഷിച്ചും ഇന്നത്തെ ജീവിതം ആസ്വദിക്കുക. എന്നിൽ ദൃഷ്ടിവെച്ച് എന്നോട് ചേർന്ന് സധൈര്യം മുന്നോട്ട് നടന്നോളൂ. എല്ലാം ശുഭമായിരിക്കും. അപ്പൻ്റെ കൈപിടിച്ച് നടക്കുമ്പോൾ എന്തിനാണ് കുഞ്ഞെ നീ ഭാരപ്പെടുന്നത്, വ്യാകുലപ്പെടുന്നത്?
പുറപ്പാട് പുസ്തകം 33 അധ്യായം 14 വാക്യം. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. യോഹന്നാൻ 15 അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയം ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. അതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടും, ഉണങ്ങിപ്പോകും. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഈ തിരുവചനങ്ങളാൽ നമ്മെ ദൈവം ഇന്നേ ദിവസം അനുഗ്രഹിക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.